ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സേവന വിഭാഗമായ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 12ാമത് വാർഷിക സമ്മേളനത്തിനാണ് ഇന്ന് ദേവലോകം വേദിയായത്. ഒരു വ്യാഴവട്ടക്കാലം മലങ്കര സഭയിൽ പ്രവർത്തിച്ച ഈ സേവന സന്നദ്ധ സംഘടന ഇന്ന് സഭയിലെ ഏറ്റവും വലിയ ഒരു സേവന വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭാഗ്യസ്മരണാർഹനായ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ ജീവിത ദർശനത്തിൻ്റെ ഫലമായി രൂപമെടുത്ത ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് വിവിധ പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ വ്യാപ്തി സഭയിലാകമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 12ാമത് വാർഷികത്തോടനുബന്ധിച്ച് 12 പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മലങ്കര സഭയിൽ നടപ്പാക്കി വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതി എന്ന് പറയുന്നത് അവയവദാന ബോധവൽക്കരണ സമ്മതപത്ര സമർപ്പണ യജ്ഞമാണ്. മലങ്കര സഭയിലെ വൈദിക സംഘത്തിൻ്റെ സഹകരണത്തോടുകൂടി മലങ്കര സഭയിൽ നിന്നും 1,00,000 പേരുടെ സമ്മതപത്ര സമർപ്പണം കേരള ഗവൺമെൻറ്റിൻ്റെ മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം 2014 ഫെബ്രുവരി മാസം 7-ാം തീയതി വെള്ളിയാഴ്ച കോട്ടയം മാർ ബസേലിയസ് കോളേജിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ വെച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി നിർവഹിക്കുകയുണ്ടായി. സഭാ അംഗവും മുളക്കുഴ സെൻറ് മേരീസ് പള്ളിയുടെ അംഗവുമായ സജി ഐപ്പ് അദ്ദേഹം സ്വന്തം വൃക്ക തനിക്ക് പോലും പരിചയമില്ലാത്ത ജയൻ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നൽകി ഒരു വലിയ സാക്ഷ്യം ഈ സഭയിൽ നടത്തിയുണ്ടായി. ശ്രീ സജി ഐപ്പാണ് ഈ പദ്ധതിയുടെ മുഖ്യ പ്രചാരകനായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നത്. അവയവദാന ബോധവൽക്കരണത്തിൻ്റെ പ്രധാന ഉദ്ദേശം മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഹതഭാഗ്യരായ വ്യക്തികൾ അവരുടെ കുടുംബാംഗങ്ങളെ ബോധവൽക്കരിക്കുകയും അവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം നൽകി പുതിയ ജീവൻ നൽകുക എന്ന് തക്കവണ്ണം അവരെ തയ്യാറെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഇത് മലങ്കര സഭ ഒരു സഭയെന്ന നിലയിൽ മൊത്തത്തിൽ അയക്കുന്നത് മലങ്കര സഭയിലാണ്. ഇന്ന് സഭയിലെ വിവിധ ദേവാലയങ്ങളിൽ ഇടവകളിലൊക്കെ ഈ പദ്ധതിയുടെ പ്രചരണാർത്ഥം സമ്മേളനങ്ങളും ക്ലാസുകളും നടന്നു വരുന്നു. ധാരാളം പുതിയ പ്രവർത്തകരെ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി കണ്ടെത്തുവാനായിട്ട് ഈ പ്രവർത്തനത്തിലൂടെ കഴിയുകയാണ്. കൂടാതെ വിദ്യാഭ്യാസ രംഗത്തുള്ള പുതിയ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ളൊരു സഹായ പദ്ധതി ഈ വർഷം പൂർത്തീകരിക്കുകയുണ്ടായി. 25 നഴ്സിംഗ് വിദ്യാർത്ഥികളെ പൂർണ്ണമായ ദത്തെടുത്തുകൊണ്ട് അവരുടെ പഠന ചെലവ് പൂർണ്ണമായി വഹിച്ച ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി ഈ വർഷം ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള അവരുടെ പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് വരികയാണ്. പലരും നല്ല ഉദ്യോഗസ്ഥരായി കഴിയുമ്പോൾ ആർദ്രയിലേക്ക് സ്നേഹസമ്പന്നമായ ഒരു സഹകരണം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. കൂടാതെ മലയോര മേഖലയിലെ വിദ്യാർത്ഥികളുടെ സഹായത്തിനായി ഒരു പുതിയ കർമ്മ പദ്ധതി ഈ വർഷം ആവിഷ്കരിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. മലയോര മേഖലകളിൽ ഉൾപ്പെടെ 126 കുട്ടികൾക്ക് ഒരു വർഷത്തെ വിദ്യാഭ്യാസ ചെലവായ 3000 രൂപ നൽകി അവരുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയുമായി സഹകരിക്കുന്നത് കുവൈറ്റ് അഹമ്മദി സെൻറ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയാണ്. ആ പള്ളിയുടെ പ്രതിനിധിയായി ഇടവക സെക്രട്ടറി ജെയിംസ് ജോർജ് ഇന്ന് ദേവലോകത്തെത്തുകയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് കണ്ണൂർ മുതൽ അതുപോലെ തന്നെ കൊല്ലം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള 126 കുട്ടികൾക്ക് ഇന്ന് സഹായധനം 3000 രൂപ വീതം വിതരണം ചെയ്തു. അതോടൊപ്പം സ്കൂളുകളിൽ വൈദ്യപരിശോധനാ ക്യാമ്പും കണ്ണ് പരിശോധനാ ക്യാമ്പും നടക്കുവാനായിട്ട് ആർദ്ര ലക്ഷ്യമിടുന്നു. അവയവദാന ബോധവൽക്കരണത്തോടൊപ്പം കിഡ്നിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ഒരു മൊബൈൽ ക്യാമ്പ്, ലോക പ്രതിരോധ ക്യാമ്പ് നമ്മുടെ സഭയിലെ ഇടവകളിലും പ്രസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനവും അടുത്തയിടെ തന്നെ മുന്നോട്ട് നടക്കുന്നതാണ്. അടുത്തയിടെ ഇൻ്റർനെറ്റ് കൂട്ടായ്മയായ SGOS എന്ന് പറയുന്ന സെൻറ് ഗ്രിഗോസ് ഓർത്തഡോക്സ് സൊസൈറ്റിയുമായി സഹകരിച്ച് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. ദിശാദർശൻ എന്ന് പേരിട്ട ആ പദ്ധതി കേരളത്തിലെ അനാഥാലയങ്ങളിലെ അന്തേവാസികളായ കുട്ടികൾക്ക് അവർക്ക് വ്യക്തിത്വ വികസന ക്ലാസ് നൽകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം 15/6/2014 ശനിയാഴ്ച ആർദ്ര ഹാളിൽ വെച്ച് ദേവലോകത്ത് വെച്ച് നടത്തുകയുണ്ടായി. SGOSൻ്റെ ഡയറക്ടർ ശ്രീ ജോസ് കുര്യൻ പുള്ളിയേരിലാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ആ സമ്മേളനത്തിൽ പ്രൊഫസർ ജോൺ മാത്യു കൂടാരത്തിലും
അതുപോലെ തന്നെ ജോസ് സെബാസ്റ്റ്യനും ഞാനുമാണ് മുഖ്യമായ ക്ലാസ്സുകൾ നടത്തിയത്. ഈ കുട്ടികളെ പ്രത്യേകിച്ച് ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു പുതിയ പദ്ധതി പൊതുവെ പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ മാധ്യമത്തിൻ്റെയും അംഗീകാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തിനപ്പുറം ചികിത്സാ രംഗത്തേക്കുള്ള പുതിയ പദ്ധതികളും ആവിഷ്കരിച്ചു വരുന്നുണ്ട്. ഡയാലിസിസിനുള്ള സാമ്പത്തിക സഹായം, ചികിത്സയ്ക്കുള്ള സഹായം എന്നിവ നിരവധി ദേവലോകം അരമനയിൽ എത്തുന്ന അപേക്ഷകർക്ക് നൽകുന്നു. ഇതിനു വേണ്ട സഹായധനം വ്യക്തികളിൽ നിന്നാണ് എടുക്കുന്നത്. ആർദ്രയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുവാൻ ഞാൻ ഈ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആർദ്ര എന്ന് പറയുന്ന ആ സംഘടനയിലേക്ക് അംഗത്വം എടുത്തുകൊണ്ട് ആർദ്രയിൽ അംഗത്വം എടുക്കുവാൻ ഓർത്തഡോക്സ് സഭാംഗങ്ങളായ 18 വയസ്സ് കഴിഞ്ഞ ആർക്കും അവകാശമുണ്ട്. 1050 രൂപ അടയ്ക്കുന്ന ആർക്കും ഇടവക വികാരി ശുപാർശ ചെയ്താൽ ആർദ്രയിൽ അംഗത്വം കിട്ടും. അങ്ങനെ ആർദ്രയുടെ അംഗത്വം ഇപ്പോഴുള്ള 700-ൽ നിന്ന് 1000-ഓ 2000-ഓ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിൽ വരികയും അതിൻ്റെ വരുമാനം കൊണ്ട് കൂടുതൽ ചെലവുകൾ, കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ഇടവകയിലെ ഈ ഇടവകങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട്, വാങ്ങിപ്പോയവരുടെ പേരിൽ എൻഡോമെൻറ്റുകൾ ആരംഭിക്കുവാനുള്ള ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്നു. നമ്മുടെ വാങ്ങിപ്പോയ വ്യക്തികളുടെയും അല്ലെങ്കിൽ പേരിൽ അവരുടെ ഒരു തുക സ്ഥിരനിക്ഷേപം വിടുകയും ആ സ്ഥിരനിക്ഷേപത്തിൻ്റെ പലിശ അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുകയും ചെയ്യുവാനുള്ള ഒരു പദ്ധതിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഉച്ചഭക്ഷണം നമ്മുടെ ആശുപത്രികളിൽ നൽകുവാനുള്ള ബൃഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. കാരുണ്യ നിലയുമായും അതുപോലെ തന്നെ പൊത്തമ്പറ മാർ കുര്യാക്കോസ് യൂണിറ്റുമായി സഹകരിച്ച് ഉച്ചഭക്ഷണം നൽകുവാനുള്ള പദ്ധതിയും നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. ആർദ്ര ഫോറം, ഇടവകളിൽ ആർദ്ര ഫോറം രൂപീകരിക്കുകയും ആർദ്ര ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആർദ്രയുടെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള സാമ്പത്തിക സഹായം നടത്തുകയും ചെയ്യുക എന്നുള്ളൊരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ആർദ്രയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആർദ്രയുടെ മുൻ ട്രഷററും മുൻ PSC അംഗവും സഭാ സെക്രട്ടറിയുമായിരുന്ന ശ്രീ AK തോമസ് അവർ ആർദ്രയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. www.ardra.mosc.org എന്നുള്ളതാണ് വിലാസം. ഈ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ആർദ്രയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും. അതിൻ്റെ ഫോട്ടോ ഗാലറിയിലൂടെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ കഴിയും. അങ്ങനെ വരും നാളുകളിൽ ആർദ്ര മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സേവനത്തിൻ്റെ മുഖമുദ്രയായി മാറുവാൻ കഴിയട്ടെ എന്ന്